സിൽക്ക് സിൽക്ക് അതില് പോയി സിൽക്ക്. മ്യൂസിക് വന്ന് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്. റ ഴ ക ക റ ട യ ഴ റ ല യ ത മലയാള അക്ഷരങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിക്കും. അമ്മച്ചിയ ഇവന്റെ നിന്റെ വായ ഇങ്ങനെ അവൻ പുറത്ത് എല്ല് എല്ല് അയറി ഇതുവരെ മുട്ടുന്നില്ലല്ലോ മുട്ടുന്നില്ലല്ലോ ആ കയറി ഇരുന്ന് ഇരുന്നു വെടി. നീ അല്ലേടാ അല്ലവല്ലാതി സായുജ് പറഞ്ഞു കൊടുക്കണേ. വേണ്ട ഒന്നും വേണ്ടാത്ത പറയണ്ട ഇനിയോട് ഡാ ക കഴിഞ്ഞു. അപ്പച്ചട്ടിയിൽ കടല വറുക്കരുത് അരി വറക്കരുത്. കടല അരി വറുത്ത് അലവിലാക്കി സാരി ചെയ്യുന്ന അലവലാതി വരുമ്പോ എന്റെ പേര് ഫ്ലോയിൽ വന്നണ്ട. ഒന്നുകൂടി പറയാം രാമായണം മൊത്തം വായിച്ച് കൃഷ്ണൻ ബ്രൂസിലി ചേരാൻ ചോദിച്ചാലോ. ആദ്യം തൊട്ട് പറ. ഡാ നീ അല്ലേടാ. നീ അല്ലേടാ ആയിപ്പോണെങ്കിലും ശരിയാ. അഹങ്കാരത്തിൽ കയ്യും കാലിൽ വെച്ചാലായി. വെച്ചാലല്ല വെച്ചാലല്ല വെക്കാം വെക്കാം. വെക്കാം. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. വയ്യേ വയ്യ ഈ ഇത് കുറച്ച് കടുപ്പമുള്ളത് കേട്ടാ. ഓടുന്ന ഓടുന്നത് ആ. ഓട് ഏ, ഓടുന്ന ഓടുന്ന ആ അമ്മാനോ ഓടുന്ന പട്ടി കടിക്കില്ല. കടിക്കൂലേ. അമ്മ അമ്മായിമ്മ മരുമക്കൾ. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. രേഷ്മിന്റെ ഉപ്മാവ് കഴിച്ചിട്ടുണ്ടോ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഒരു കാര്യം പറ പെട്ടെന്ന് പറ്റ് ഈ ശരിക്കും വിശ്വസിച്ച് പോകുന്ന ആരാ പറ്റിക്കപ്പെടുന്നത്? അതൊന്നും അങ്ങനെ പറഞ്ഞ ഈ പെൺകുട്ടികൾ എപ്പോഴും ആൺകുട്ടികൾ പറയും ഇവർ പെൺകുട്ടിയുടെ ഈ മൂഡ് സ്വിങ്സ് ഭയങ്കര ഭീകരാണ്, ഇവരെന്താ ചിന്തിക്കണെന്ന് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മൂഡ് സ്വിങ്സ് ഉണ്ട്, പക്ഷെ അത് വലിയ ഭീകരതായിട്ടൊന്നും തോന്നിയില്ല. ഈ രണ്ട് കുട്ടികളെ രാവിലെ തൊട്ടൊരു പയ്യ നടക്കലും പിന്നെ സ്കൂളിൽ വിടുന്ന സമയത്തെല്ലാം ഞാനവിടുന്ന് എന്തെങ്കിലും ചിലപ്പോൾ വിളിച്ചു നീ ഫോണൊന്നും എടുക്കാത്തതാണ് വിളിക്കുമ്പോൾ വെച്ച് പോയാട്ടെ ഞാനിരുന്ന് ചെക്കനെ അത് ഇവരെ തിരക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഞാൻ ആ സമയം നോക്കിയിട്ട് വിളിക്കാണ്ടിരിക്കല പരമാവധി. കാരണം ഒരു 9 മണി സമയത്ത് ഇവനെ വിടുന്ന സമയത്ത് എനിക്ക് ഏകദേശം അത് കുട്ടികളിലെ എല്ലാ അമ്മമാർക്കും അറിയുന്ന കാര്യമായിരിക്കും. കുട്ടികളെ രാവിലെ ആ ഒരുക്കുന്ന തിരക്ക്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം പരിപാടി, അപ്പം അതിൻ്റെ അത് മനസ്സിലാക്കിയോളൂ. അത് അവരെ ദേഷ്യവും കാര്യങ്ങളിലൊന്നും നമ്മൾ വെറുതെ ഇതായിട്ട് കാര്യമില്ല, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഭാര്യമാരെ കുറിച്ച് ഒരൊറ്റ വാക്കില് പറയാൻ പറഞ്ഞ എന്തായിരിക്കും പറയാ? ഭയങ്കര സപ്പോർട്ടീവാണ്. സോ ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് പോവാ. ആൻഡ് ഞാൻ വേറൊരു ഗെയിമായിട്ടും കൂടെ വന്നിട്ടുണ്ട്. സോ ഹെഡ്ഫോൺ ഗെയിം. സോ ഗെയിം പറഞ്ഞുതരാം. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വരണം. സോ ഇത് കപ്പിളായിട്ടാണ് ഗെയിം നടക്കുന്നത്. സോ ഇതിൽ ആര് സ്കോർ ചെയ്യും എന്നതും കൂടെ ഞാൻ നോക്കും. ഓക്കെ, സോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിൽ എന്താണോ പിക്ക് ചെയ്യുന്നത് അത് വേണം പറഞ്ഞു കൊടുക്കുക, ചെയ്യിപ്പിക്കാൻ. സിനിമ പേരാ അതൊന്നും എനിക്കറിയില്ല, ഇഷ്ടമുള്ള എടുത്തോളൂ. അപ്പച്ചട്ടിയിൽ കടല വറുക്കരുത്. സംഗീതം. അപ്പച്ചട്ടിയിൽ കടല വറക്കരുത്. പറയട്ടെ. അപ്പച്ചട്ടിയിൽ അപ്പച്ചട്ടിയിൽ അപ്പച്ചട്ടി അപ്പച്ചട്ടിയിൽ കടല വറുക്കരുത്. അപ്പച്ചട്ടിയിൽ ആ അപ്പ ചട്ടിയിൽ ചട്ടി കടല 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 അപ്പച്ചട്ടിയിൽ അരി വറക്കണം. കടല വറുക്കരുത്. കടല 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 സൗണ്ട് വരാതെ ബാക്കിയൊക്കെ കിട്ടും. സൗണ്ട് വരാതെ. വറുക്കരുത്. വടി വറുക്കരുത്. വലുത്. അപ്പച്ചട്ടിയിൽ കടല വറുക്കരുത്. അപ്പച്ചട്ടിയിൽ അരി വറക്കരുത്. അരിയല്ല പോനെ. അപ്പച്ചട്ടിയിൽ കടല വറുക്കരുത്. അമ്മച്ചിയാ അതന്നെ ഫസ്റ്റ് പറഞ്ഞത് തന്നെ. അപ്പച്ചട്ടിയിൽ കടല വറുക്കരുത്. ഒരു തരം അപ്പച്ചട്ടി അല്ല. ആ അപ്പച്ചട്ടിയിൽ കടല വറുക്കരുത്. അരി വറക്കരുത്. കടല അരി വറുത്ത് കിട്ടി. കടല വറുക്കരുത്. കടല വറക്കരുത്. എന്താ പറ? ഫുൾ പറ.
അപ്പച്ചട്ടിയിൽ കടല വറക്കരുത്. ഇനി സൗണ്ട് കുറച്ചിട്ട് ലിപ്പ് മാത്രം സൗണ്ട് കൂട്ടിയാൽ തന്നെ ഇടും. ഈ കൂട്ടം നാളെ മാറിക്കോളൂ. വാ ആരും സംഗീതേട്ടാ സംഗീതേട്ടാ സുഖാണോ സുഖാണോ സുഖാണോ? ഞാനല്ല. ഇവന്റെ വായ്ക്കകത്ത് കയറി വെടിവെച്ചാല് ശരിയാകും. കുറച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇവന്റെ ഇവിടെ ഇവന്റെ ഇവിടുത്തെ ഇവന്റെ ഫുള്ള് പറഞ്ഞു ഇവന്റെ നിന്റെ വായ ഇങ്ങനെ അവൻ പുറത്തു ഇവന്റെ വായിക്കകത്ത് ഇപ്പൊ പറഞ്ഞ സാധനം ഇവന്റെ ഇവിടെ ഇവന്റെ ഇവിടുത്തെ ഇവന്റെ വായിക്കകത്ത് ഇവന്റെ ഞാൻ പറയുന്ന ഇപ്പൊ ഞാൻ അവിടെ എന്നുള്ളത് ഞാൻ അങ്ങനെ പറ. ഇവന്റെ ഇവിടുത്തെ ഇവന്റെ ഇവന്റെ വായിക്കകത്ത് വായിക്കകത്ത് വയർ ഇവന്റെ ഇവന്റെ വായ ഫസ്റ്റ് ഒന്നാമത് ഇവന്റെ ഇവന്റെ വയ്യേ വയ്യ ഇതേ സാധനം നീ പറഞ്ഞ ഒന്ന് തുടക്കം ആർക്ക് കിട്ടും. ഇവന്റെ 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 വള്ളി അപ്പൊ നിന്റെ പ്രശ്നം ഇവന്റെ ഇവന്റെ വായിൽ വായി അകത്ത് മൊത്തം വായിൽ ഇവന്റെ വായിക്കകത്ത് കേറി വെടി വച്ചാലേ ശരിയാകൂ. ഞാൻ നീരാക്കൊന്നും ഇവന്റെ വായിക്കകത്ത് കേറി നല്ല ഒന്നും കൂടി രണ്ടക്ഷരം പറ. ആദ്യത്തെ ഈ ഈ ആ ഈ വാ ഇവ ദേ ഇവ ഇവ ദേ ദേ ഇവൻ ദേ ഇവൻ ഇവ ദേ ഇവത്തെ ഇവൻ ദേ ദേ ഇവൾ ഇവന്റെ ഇവിടുത്തെ ദേ ദേ തേ ഇവന്റെ ഇതില് സൂപ്പർ ഞാൻ തന്നെയാണ്. തോരത്തെ ഒന്ന് പറഞ്ഞു ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് ഇതേ സംഭവം. ഇവന്റെ വായ്ക്കകത്ത് കയറി ഇന്ന് വെടിവെച്ചാലേ ശരിയാവൂ. ഇവിടുത്തെ കാറ്റാണ്. കാറ്റ് ഇടുക്കിയിലെത്തി. ഇവന്റെ വായിക്കകത്ത് ഇവന്റെ വാന്ന് പറയുമ്പോ തേ, എന്റെ എന്റെ ദേ, ഇവന്റെ വായ വായ ആ, ഇവന്റെ വായ കകത്ത് വായക്കകത്ത് കേറി ഇരുന്ന് വായക്കകത്ത് കേറി കേറി തേങ്ങ കയറി ഇവന്റെ വായക്കകത്ത് കയറി ക- ക ക യ ഴ യ ഡ യ ട. മലയാള അക്ഷരങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു. എല്ലാവരും പഠിക്കണം. ഇവന്റെ വായക്കകത്ത് കയറി ക- ക- ആ കയറി ഇരുന്ന് ഇരുന്നു വെടി വെ വണ്ടിയാ. വെ വേ ഡി ഡി വെച്ചാലേ ഇവന്റെ വായക്കകത്ത് കയറിയിട്ട് വെടി വെച്ചാല് ശരിയാവൂ. ശരിയാവും. ഞാൻ പറഞ്ഞ ഒരു തരത്തില് പോയിന്റ് പോയി. Okay. ഓൾറെഡി ഞാൻ തന്നെയല്ലേ പറഞ്ഞു ഉത്തരവ്. ശരി അടുത്തത് പൊക്കോളൂ. ഞാനാ ദൈവമേ ഇനി ഞാൻ ആദ്യമേ ആ പിന്നെ വായിച്ചു. ഓടുന്ന പട്ടിക്ക് ഒരു റീല് മുൻപേ. റീലെന്നത് ഓ ഊ ഊ ഓ ഓ ഓ ഡു ഓ ഡു ടു ഒടു ന ഓടുന്ന ഓടുന്ന ഒരു ത ഓടുന്ന ഓടുന്നത് ആ. ഓട് ഏ, ഓടുന്ന ഓടുന്ന ആ ഓടുന്ന പട്ടിക്ക് അടിക്കില്ല. ഓടുന്ന പട്ടിക്ക് ഒരു ഓടുന്ന പട്ടി ഓടുന്ന പട്ടിക്ക് ഒരു ഒരു ആ റീല് അതിപ്പെരിയാണോ ഞാൻ എന്നാ? കാണിച്ചു കൊടുക്കാം. ഓടുന്ന പട്ടിക്ക് ഒരു റീൽ ഓടുന്ന പട്ടി ഒരു റീ റ ഴ റ ട റ
ല റാ എല്ലാ മലയാളം വീണ്ടും പഠിപ്പിക്കുന്നു. റാ 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 ര റാ 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 കടി റ റാ റ റീ റാറി റീ ഓടുന്ന പട്ടി ഒരു റാ 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 റ റീ റീ ആ റീൽ റീ റീൽ റീല് ആ ആ. ഓടുന്ന പട്ടിക്ക് ഒരു റീല് മുമ്പേ ഓടുന്ന പട്ടി ഒരു റീൽ മുമ്പേ കംപ്ലീറ്റ് ഇല്ല പട്ടി എന്നാ പറ പട്ടിക്ക്. ഓടുന്ന പട്ടിക്ക് ഒരു റീല് മുമ്പേ ഓടുന്ന പട്ടി ഓടുന്ന പട്ടിക്ക് ഓടുന്ന പട്ടി പട്ടിക്ക് പട്ടി ആ പട്ടിക്ക് പട്ടി പട്ടിക്ക് പട്ടി അത് മതി. ഓടുന്ന പട്ടിക്ക് ഒരു റീല് മുമ്പേ ഓടുന്ന പട്ടിക്ക് ഒരു ഹീം കൂടി ഓടുന്ന പട്ടി പട്ടികൾ പട്ടിക്ക് 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 ആ ഒരു റീല് മുമ്പേ ഓടുന്ന പട്ടിക്ക് ഒരു റീൽ മുമ്പേ ആ ഏയ് അടിപൊളി അടിപൊളി അടിപൊളി. എന്റെ അമ്മ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? മ്യൂസിക് വന്ന് ഞാൻ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതിലെന്തോ ഓക്കെ എടുത്തോളൂ എടുത്തോളൂ. നീ അല്ലേടാ അലവലാതി സായൂജ്. ഇവര് അറിഞ്ഞു വന്നേട്ടാ. ഓക്കെ തുടങ്ങിയോ? വേഗം പറഞ്ഞു കൊടുക്കണേ. വേണ്ട, ഒന്നും വേണ്ടാത്ത പറയണ്ട. ഇനി ഓള് ഡാ കാ കഴിഞ്ഞു. ഭയങ്കര സൗണ്ട്. അല്ല എനിക്ക് ഫുൾ ഓഫ് ആക്കി തരാം. ഡാ ആ ഡാ കാ ഡാ രാന ഡാ രാ ഡാ കാ ഡാ 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 നീ ഡാ നീ ആ, അല്ലേടാ ആ ആ? ഡാ അയലയാ മത്തി ഡാ നീ അല്ലേടാ ഡാ നീ അല്ലേടാ ആ ലേ ഡാ ആ ലേടാ അല്ലേടാനാ അല്ലേടാ ആ, ഡാ നീ അല്ലേടാ നീ അല്ലേടാ ആദ്യം തൊട്ട് പറ. ഡാ നീ അല്ലേടാ ഡാ നീ അല്ലേടാനാ ആ ആ ആയിപ്പോണ ആങ്കിലും ശരിയാ. അലവലാതി ഡാ നീ അല്ലേടാ അലവലാതി സായൂജ് അത് വേഗം കിട്ടും. ഡാ നീ അല്ലേടാ അലവലാതി സായൂജ് സായുജീന ഓന്റെ അലവലാതി വരുമ്പോ എന്റെ പേര് ഫ്ലോര് ഫുൾ പറ. ഡാ അലവലാതി സായുജേന ഡാ നീ ഒന്നുകൂടി പറ ഇത് രാമായണം മൊത്തം വായിച്ച് കൃഷ്ണൻ ബ്രൂസിലിന്റെ ആരാന്ന് ചോദിച്ച പോലെയല്ലോ. ഡാ നീ അല്ലേടാ അലവലാതി സായൂജ്. ആ ഡാ നീ അല്ലേടാ അലവലാതി സായുജീന ഇല്ലേ? സംഗീതയുടെ മാത്രം തെറ്റിച്ചിട്ടു ഹരി ഞാനിത് ശരിയാക്കി അല്ല നിങ്ങളുടെ മറ്റേ ചലഞ്ച് പറഞ്ഞതല്ലേ. ഒരേ എല്ലുമുറിയെ ബ്ലോഗ് ചെയ്ത കൊല്ലുമുറിയെ തിന്നാൻ. തുടങ്ങിയില്ലേ? നമുക്ക് പറ്റിയ സാധനം കേട്ടോ. എല്ല് മുറിയേ എല്ല് ഏ എന്റെ. എല്ല് എനിക്ക് എല്ല് എല്ല് മുറിയേ ഏ ഏ ല് ഏ അല്ല എല്ല് മുറിയേ എനിക്ക് മുന്നേ എല്ല് മുറിയെ പണി ചെയ്ത പല്ലു മുറിയെ അല്ല ബ്ലോഗ് ചെയ്ത ആ പറ പറ എല്ല് എല്ല് എണീക്കുമ്പോ എല്ല് എല്ല് എറിയും. എല്ല് 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 മുറിയെ എല്ല് മുറിയെ ബ്ലോഗ് ചെയ്താൽ ബ്ലോഗ് ഫോൺ ബ്ലോഗ് ബ്ലോഗ് ഫോളോ ബ്ലോഗ് വ്ളോഗ് ബ്ലോഗ് ചെയ്താൽ ചെയ്താൽ പല്ലു മുറിയെ തിന്നാം പല്ലു മുറിയെ തിന്നാം. കേട്ടോ? എല്ല് മുറിയെ വ്ളോഗ് ചെയ്താൽ പല്ലു മുറിയെ തിന്നാം. ആ സിമ്പിൾ എളുപ്പമുള്ള കൊടുക്കുന്നതാണ്. എടാ, നമ്മുടെ കണക്ഷൻ ഇനി ലാസ്റ്റത്തെ കണക്ഷൻ കൂടെ നമുക്ക് നോക്കാം. ഇതാ വരൂ കൊടുത്തു ചേട്ടാ, ഇത് ലാസ്റ്റ് ആണ്. ആദ്യമേ തോറ്റെന്ന് പറയട്ടെ. അത് തുടക്കം കിട്ടിയാൽ തന്നെ തിരിയൂലേ? അഹങ്കാരത്തിന് കഴിഞ്ഞ സാധനം വെക്കാം. എന്നിട്ട് എന്ന പേര് ഇത് പൊളിയോ? അഹങ്കാരത്തിന് 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 ആ അഹ ഹ ആ ആ അഹങ്കാരത്തിന് ഹ അടുത്തത് ഹ അഹങ്കാരത്തിന് അഹങ്കാരത്തിന്
കയ്യും കാലും വെച്ചാൽ ഞാനില്ലേ? ആക്ഷൻ കാണിച്ചു കൊടുക്കാൻ ഈ പറ്റില്ല. പാട്ട് ഓള് അഹങ്കാരം. ആധാരം. അഹങ്കാരം. ആധാരം. അഹങ്കാരം. അതന്നെ. അഹങ്കാരം. 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 അഹങ്കാരത്തിന് കയ്യും കാണിച്ചു കൊടുക്കറല്ലോ. നിനക്കും കയ്യും കാലും വെച്ചാൽ. എനിക്കും നിനക്കും. അഹങ്കാരത്തിന് നമുക്കും. കയ്യും കാലും. അഹങ്കാരം. അഹങ്കാരത്തിന് അഹങ്കാരത്തിൽ കയ്യും കാലും. കയ്യും കാലും. കാലും. അഹങ്കാരത്തിൽ കയ്യും സൗണ്ട് കാലും. കുറച്ചിതായിക്കോട്ടെ, കേൾക്കുന്നുണ്ട്. സത്യസന്ധനായല്ലോ. കയ്യെ കേട്ടില്ല, താലിയാ കിട്ടിയ. അഹങ്കാരത്തിൽ കയ്യും കാലും. കയ്യും കാലും വെച്ചാൽ. വെച്ചാൽ. അഹങ്കാരത്തിൽ കയ്യും കാലും വെച്ചാൽ. സിൽക്ക്. സിൽക്ക്. അതില് പെടും. സിൽക്ക്. അത് പെട്ടെന്ന് കേൾക്കുന്ന പോലെ ആക്കൂല. അഹങ്കാരത്തിൽ കയ്യും കാലും വെച്ചാൽ കയ്യടിയാ. സിൽക്ക്. സിൽക്ക് സ്മിത. ഈ ചെവി ഇങ്ങനെ വെക്കല്ല. സിൽക്ക് സ്മിത. സിൽക്ക് സ്മിത. എന്നിട്ട് എന്നിട്ട് എവിടെ ആണോ? അഹങ്കാരത്തിന് കയ്യും കാലും വച്ചാൽ. അത് ഞാൻ പറഞ്ഞു. അഹങ്കാരത്തിൽ കയ്യും കാലും വെച്ചു. വെച്ചു അഹങ്കാരത്തിൽ കയ്യും കാലും വെക്ക. വെക്ക. എവിടെ? അഹങ്കാരത്തിന് കയ്യും കാലും വെക്ക. എന്നിട്ട് 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 അഹങ്കാരത്തിന് കയ്യും കാലും കയ്യും കാലും വെച്ചാൽ എന്നിട്ട് വെച്ചാൽ വീണാൽ അനിയൊന്ന് ഹെൽപ്പ് ചെയ്യൂ. അഹങ്കാരത്തിൽ കയ്യും കാലും വെച്ചാലായി. വെച്ചാലല്ല. വെച്ചാലല്ല. വെക്കാം. 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 എന്നിട്ട് വെച്ചാൽ നേരത്തെ പറഞ്ഞത്. വെക്കാം. 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 എന്നിട്ട് എന്നിട്ട് സിൽക്ക് സ്മിത. അഹങ്കാരത്തിൽ കയ്യും കാലും വെക്കാം. എന്നിട്ട് സിൽക്ക് 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 സ്മിത. എന്നിട്ട് ഡാൻസേഴ്സ്. എന്നിട്ട് സിൽക്ക് സ്മിത. അഹങ്കാരത്തിൽ കയ്യും കാലും വെക്കാം. എന്നിട്ട് സിൽക്ക് സ്മിത എന്ന പേരും ചളി കുണ്ടില് പോവും. സിൽക്ക് സ്മിത. സിൽക്ക് സി 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 ഇവിടെ സി ചി ചു അത് ആ പേര് സ സ ച സ ജ സ സ ജ ബ സ സ സി. അഹങ്കാരത്തിൽ കയ്യും കാലും വെക്കാം. എന്നിട്ട് സ സ സി സി സാസ്യൊന്നും സി. പറയണ്ട. സി സിൽക്ക് സിൽക്ക്. സിൽക്ക് സിൽക്ക് ഞാൻ തോറ്റപ്പാ. സിൽക്ക് സിൽക്ക് സിൽക്ക്. നയൻതാര സിൽക്ക് സ്മിത എന്ന പേര്. അതിന് സിൽക്ക് സ്മിത എന്ന പേരും. കയ്യിലിത് സോ എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? അടിപൊളി. സോ അപ്പം എന്തായാലും അമ്മയുടെ കുറെ ഫാൻസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ അമ്മയ്ക്കും കൂടി ഒരു ഗെയിം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ അമ്മ, അമ്മായിമ്മ, മരുമക്കൾ എന്ന ഒരു കോംബോ ആണ്. പിതാവിനും പുത്രനും. ഓക്കെ, അതായത് അമ്മ, അമ്മായിമ്മ, മരുമക്കൾ. എനിക്ക് പറയാം അമ്മായിമ്മ എന്ന് പറയണ്ട, അമ്മ എന്ന് തന്നെ പറയാം അല്ലേ. മരുമക്കൾ എന്ന് പറയണ മക്കൾ. അപ്പം ഈ രണ്ടു പേരെ അമ്മ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ഇന്നത്തെ ഗെയിം. രാവിലെ ഇതിൽ ആരാണ് വൈകി എഴുന്നേക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, രണ്ടുപേരും ഒരേപോലെ തന്നെ കറക്റ്റ് ടൈമിന് എത്തുന്ന ആൾക്കാരാണോ? അതെ, രണ്ടുപേരും ഒരു വശത്തേക്കാ. അല്ല, അങ്ങനെയൊന്നുമില്ല. ആരാണ് കൂടുതൽ? ശരിക്കും നിങ്ങൾ പറ. കൂടുതലൊന്നുമില്ല. ഞാൻ പിന്നെ ലേറ്റ് ആവില്ല തോന്നുന്നു അല്ലേ? ഞാൻ പിന്നെ ലേറ്റ് ആവില്ല. ക്ഷീണം കൊണ്ട് നമ്മളങ്ങനെ ഇപ്പത്തെ സമയം സമയം കൊണ്ട് പറയുന്നു. ഓക്കെ, ഈ അടുക്കളയിൽ എപ്പോഴും കുക്ക് ചെയ്യാൻ ഈ കൂടുതൽ ആർക്കും ഏറ്റവും ഇഷ്ടം? രണ്ടാളും കുക്ക് ചെയ്യും. തന്നെയാണ്. അമ്മയുടെ കുറെ റെസിപ്പീസ് ഒക്കെ എടുക്കാറുണ്ടോ നിങ്ങള്?
കൊറേ റെസിപ്പീസ് പഠിച്ചെടുത്തിട്ടുണ്ടോ? ഇല്ല, നമ്മളെ രീതിയിൽ സ്റ്റൈലിലാക്കും. അമ്മ പഴയ രീതിയിൽ അമ്മ സ്റ്റൈലിലാക്കും. അങ്ങനെയാ. കൂടെ ഇങ്ങനെ കൂടും. അമ്മേന്റെ രീതിയിൽ അമ്മ കറി വെക്കും. അങ്ങനെയാ. നമ്മളെ രീതിയിൽ കറി വെക്കും. രേഷ്മിന്റെ ഉപ്മാവ് കഴിച്ചിട്ടുണ്ടോ? ഇവിടെ ഉപ്മാവിന്റെ ഫാൻസ് ആണ് ഇവിടെ. ഉപ്മാവ് കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന കേട്ടു. കറക്റ്റ് ആണോ? അവര് കൊറേ ട്രോൾ ചെയ്താ ശരിക്കും. അമ്മ ഇത്ര ശരിക്കും സംസാരിക്കുക ഭയങ്കര അധികം സംസാരിക്കാത്ത ഒരു പ്രകൃതാണോ? ഇവിടെ ഏറ്റവും കൂടുതൽ മക്കളും എല്ലാരും വന്നു കഴിഞ്ഞാൽ അമ്മ ഈ ഫുഡ് എന്തായാലും ഉണ്ടാക്കണം എന്ന് പറയുന്ന ഫുഡ് ഏതാ അമ്മ? സാധാരണ ഒരു കറി വെക്കുന്നത് തന്നെയായിരിക്കും അല്ലേ? ചോറും കറി അതന്നെ. ചോറും കറി തന്നെ. നാടൻ ഫുഡ്. അതെ. ഏതാണ്? ചോറ്, സാമ്പാർ. സാമ്പാർ അടിപൊളിയോ? സാമ്പാർ ഇഷ്ടം. പരിപ്പ് കറി. സാമ്പാറിനൊക്കെ പരിപ്പ് കറി. ഓക്കെ. ഈ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ഫുഡ് ഉണ്ടോ? സംഗീതന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? അല്ല, ഓനെല്ലാം ഇഷ്ടക്കുറവൊന്നുമില്ല, രണ്ടാക്കും കഴിക്കേ. അങ്ങനെ ഇറച്ചി മീനും അങ്ങനെ വേണമെന്നുള്ള ഇതൊന്നുമില്ല. ഇല്ല. പിന്നെ ഓന അങ്ങനെയല്ലേ വരുന്നുള്ളൂ, അന്നേരം അങ്ങനെ മടിക്കുന്നില്ല. സ്പെഷ്യൽ ഫുഡുകളൊക്കെ വരുമ്പോ ഉണ്ടാക്കി കൊടുക്കും. 2 ചേർന്ന് ഇടണായിരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. അടുക്കളയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്യുന്ന ആരാ? യൂട്യൂബ് ഒക്കെ നോക്കി റെസിപ്പീസ് ഒക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ആരാ? ഈ കൂട്ടത്തിൽ ആരാ ശരിക്കും? അങ്ങനെയൊന്നുമില്ല, രണ്ടുത്തരം അങ്ങനെയൊന്നുമില്ല, ചെയ്യും. വിചാരിക്കൂല. ഓക്കെ, നിങ്ങളുടെ ആരാ ശരിക്കും വെറൈറ്റി ഫുഡ് ഒക്കെ ഉണ്ടാക്കുക? പഠിച്ചു വരുന്നുണ്ട്, ഇവക്ക് അറിയാം നല്ലോണം. അങ്ങനെ അറിയാതെ യൂട്യൂബ് നോക്കിട്ടുണ്ടാകും. യൂട്യൂബ് നോക്കി സക്സസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഏതാ? അങ്ങനെയല്ല, ആദ്യം സക്സസ് ആയില്ല, പിന്നെ സക്സസ് ആവും. ചെയ്തോണ്ടിരിക്കുമ്പോ സക്സസ് ആവും. ഞണ്ട് കറി അങ്ങനെയുള്ള കാര്യങ്ങളിലെ സംഗീതം വന്ന അങ്ങനെയുള്ള ഓരോന്ന് നോക്കിട്ട് തന്നെ ഉണ്ടാക്കല്. ഓക്കെ. ഇപ്പൊ ആള് വിശേഷമായതുകൊണ്ട് ക്രേവിങ്സ് ഉണ്ടാവുമല്ലോ ഫുഡിന്. ഇപ്പത്തെ ആൾ കുറെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ ഫുഡ് വേണ്ടാന്ന് വെക്കും, പുതിയ ഇഷ്ടങ്ങളെ തേടി പോകുന്ന കേട്ടിട്ടുണ്ട്. ഇപ്പത്തെ എങ്ങനെയാ ക്രേവിങ്സ് പരിപാടിയൊക്കെ? അങ്ങനെ വലിയ ക്രേവിങ്സ് പറയാനൊന്നുമില്ല അല്ലേ? ഉപ്പിലിട്ടത്, പുളിയുള്ള ഐറ്റംസ്. പുളിയുള്ളത് പച്ചമാങ്ങയെല്ലാം പച്ചമാങ്ങയെല്ലാം ഇടക്കിടക്ക് കൊണ്ടുകൊടുക്കില്ല. അതാണ് ഇഷ്ടം. ഓക്കെ, അടുത്തത്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആരാണ് ഈ കൂട്ടത്തില്? ഞാൻ തന്നെയാണ്. ഇഷ്ടപ്പെടില്ല അപ്പോൾ തുറന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു മനസ്സിലൊന്നും ഉണ്ടാവില്ല, ഭയങ്കര ക്ലീൻ ആയിരിക്കും. ഞാൻ എപ്പോഴും പറയൂ. പക്ഷെ നമ്മുടെ വീട് പോലത്തെ ഒരു സ്പേസ് നമുക്ക് കല്യാണം കഴിച്ച് പോകുന്ന സ്ഥലത്ത് ഉണ്ടാവണമെന്നുണ്ടാവില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവാൻ നമുക്ക് റിയൽ ആയിട്ട് നിക്കാന്ന് പറയുന്നതും ഭയങ്കര കാര്യമാണ് സത്യത്തില്. 3 പേരും വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കൂട്ടിക്കൊണ്ടു ഞാൻ മാത്രം സംസാരിക്കുന്നുണ്ട്, പുറത്തുനിന്ന് ഒരാളും ഇല്ല. ഫണ്ണായിട്ട് എടുത്താൽ മതി, സീരിയസ് ആവണ്ട 3 പേരും. ഓക്കെ, ഫൺ മാത്രം. ഓക്കെ, ഇപ്പം ഇവരിൽ ആരെങ്കിലും പ്രാങ്ക് ചെയ്യ പറ്റിക്കാന്ന് പറയില്ലേ, അങ്ങനെ ഒരു കാര്യം പറ പെട്ടെന്ന് ഈ ശരിക്കും വിശ്വസിച്ച് പോകുന്ന ആരാ അതെന്തുകൊണ്ടാ? അതൊന്നും അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് വിശ്വസിക്കുന്നു തോന്നുന്നു കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെ പ്രാങ്ക് കൊടുക്കാറുണ്ടോ ശരിക്കും? നിങ്ങൾ പ്രാങ്ക് അങ്ങനെ ചെയ്യാറില്ല? എന്തെങ്കിലും ഇവരെന്തെങ്കിലും സർപ്രൈസ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ആവശ്യത്തിൽ അധികം മോട്ടിവേഷൻ തരുന്ന ആരാ ഈ കൂട്ടത്തില്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അമ്മ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 2 പേർക്ക് മോട്ടിവേഷൻ ഒക്കെ തരാറുണ്ടോ? തരാറില്ല. ഓക്കെ, ശരി. ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ പുതിയ ഓരോരുത്തരും നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. അമ്മയിൽ നിന്ന് നിങ്ങൾ 2 പേരും പഠിച്ചൊരു കാര്യം എന്താ നിങ്ങളുടെ ലൈഫിലേക്ക് എടുത്ത? അങ്ങനെ ഒരു കാര്യമുണ്ടോ? അങ്ങനെ ഒരു കാര്യം ശരി. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. നമ്മള് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇതില്ല അല്ലെ. ഇല്ല, നമ്മള് 3 ഒരേപോലെ ഇപ്പം എന്തെങ്കിലും ഉണ്ടാക്കുന്നതായാലും 3 ഒരേപോലെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുന്നല്ല. അങ്ങനെ അല്ലാണ്ട് വേറെ കാര്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല പറയാല്ലേ. ഇല്ല. സോ ഓക്കെ, ഡൺ.